രാമ നാരായണ രാമ. പലരും ദിവസം 25 കപ്പ് ചായ കുടിക്കാറുണ്ട്. എനിക്ക് 9 10 വയസ്സായപ്പോൾ നാനാവിധ വെള്ളത്തിൽ മുങ്ങിയിട്ടും ഒരു വ്യക്തി മൈൽമുറിച്ച് നീന്തി ചായ കുടിക്കാൻ പോകുന്നതാണ്. ഇവിടെ ചെയ്തിരിക്കുന്നതും എല്ലാം അതേ ചായ കുടിക്കലുപോലെയാണ്. ആനയെ അകലത്തിലുള്ള ഉഴവൻ വീട്ടിലേക്ക് ക്ഷണിച്ച് ഉഴവൻ എങ്ങനെ ആഹാരം കഴിക്കുന്നുവോ അതിൽ 8-10 ഇലകൾ കൂടുതലായി നൽകി. പക്ഷേ അതിലൊരു ശുദ്ധമായ തൃപ്തി ഉണ്ടാകുമോ? ആ ഉപവാസം തുടരാൻ ശേഷിക്കും. ഞങ്ങൾ അത്ര വലിയ മനസ്സിനെ മീനുപോലെയുള്ള ഭക്ഷണത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ലോകത്തിന്റെ ഭക്ഷണം അതിനായി മീനുപോലെയാണ്. ലോകത്ത് എത്ര ആഗ്രഹങ്ങൾ, തക്കതായ പൊടിപ്പുകൾ, ചെറുപ്പത്തിലെ വെട്ടുപാടുകളെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആനക്ക് ഭക്ഷണം നൽകാതെ അതിനെ അടച്ചുവച്ചാൽ അത് തലക്കി പോവുകയോ കീഴടക്കപ്പെടുകയോ ചെയ്യും. മനസ്സിന്റെ ആഹാരം വിപണി അല്ലെങ്കിൽ ചെറുപ്പം അല്ലെങ്കിൽ ജോലിയല്ല. ഭൂമിയിലെ ആഹാരങ്ങൾ നൽകാൻ പറ്റിയാലും അത് ഒരു നിമിഷത്തിൽ അവസാനിച്ചു പോകും. അതിന്റെ ശരിയായ ആഹാരം നൽകാതെ പ്രശ്നങ്ങൾ, സംസാരം, ഗായനങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾ വരുന്ന മറ്റൊരു കാരണമില്ല. മനസ്സിന് പ്രയാസമില്ലെങ്കിൽ അത് കിടന്നിരിക്കുമ്പോൾ ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തി വാചാലമായിരിക്കും.